എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. പരീക്ഷയോ ഇൻ്റർവ്യൂയോ ഒന്നും തന്നെ ഇല്ലാതെ വെറും SSLC മാത്രം പാസ്സായവർക്ക് പോസ്റ്റ് ഓഫീസ് ജോലി കരസ്ഥമാക്കാനുള്ള അവസരം വീണ്ടും വന്നിരിക്കുകയാണ്. രാജ്യത്തുടനീളം 28,638 വേക്കൻസികളാണുള്ളത്. ഇതിലേക്ക് ഓൺലൈനായി എങ്ങനെ അപേക്ഷിക്കാം എന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് ഇവിടെ നോക്കുന്നത്. ആദ്യം നോട്ടിഫിക്കേഷൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നോക്കിയതിന് ശേഷം ഓൺലൈൻ അപേക്ഷയിലേക്ക് കടക്കാം. SSLC ആണ് വിദ്യാഭ്യാസ യോഗ്യത. ഡാക് സേവക്, ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ, അസിസ്റ്റൻറ്റ് ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ എന്നിങ്ങനെ 3 വേക്കൻസികളാണുള്ളത്. ഒറ്റ രജിസ്ട്രേഷനും ഒരപേക്ഷയും മാത്രമേ അയക്കാൻ സാധിക്കുകയുള്ളൂ. ഒരപേക്ഷയിൽ തന്നെ ഈ 3 വേക്കൻസികളിലെയും പോസ്റ്റുകൾ നമുക്ക് ഉൾപ്പെടുത്തുവാൻ സാധിക്കും. അപേക്ഷിക്കേണ്ട തീയതി 31/1/2026 മുതൽ 14/2/2026 വരെയാണ്. ഡേറ്റ് നീട്ടാൻ സാധ്യതയുണ്ട്. എങ്കിലും ആവശ്യമുള്ളവർ ഇപ്പോൾ തന്നെ അപേക്ഷിക്കാൻ നോക്കുക. 16/2/2026 വരെ ഫീസ് അടയ്ക്കാം. എല്ലാവർക്കും ഫീ അടയ്ക്കേണ്ട, വിശദമായി പിന്നീട് പറയുന്നുണ്ട്. കറക്റ്റ് ചെയ്യാനുള്ള അവസരം ഫെബ്രുവരി 18, 19 തീയതികളായി തരുന്നുണ്ട്. 4 മുതൽ 5 മണിക്കൂർ വരെ ജോലി ചെയ്താൽ മതിയാകും. സാലറി ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർക്ക് 12,000, 29,380 ശമ്പള സ്കെയിൽ. ABPM, ഡാക് സേവക് എന്നിവർക്ക് 10,000, 24,470 ശമ്പള സ്കെയിൽ. ടൈം റിലേറ്റഡ് കണ്ടിന്യൂറ്റി അലവൻസാണ് ഇതിന് ലഭിക്കുന്നത്. എന്നിരുന്നാലും കേന്ദ്ര സർക്കാരിൻ്റെ മറ്റ് ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കും. അപേക്ഷിക്കാനുള്ള പ്രായപരിധി 18 മുതൽ 40 വയസ്സ് വരെയാണ്. ഏജ് റിലാക്സേഷൻ ഉള്ളവർക്ക് ഏതാണ്ട് 55 വയസ്സ് വരെയൊക്കെ അപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. ബേസിക് ക്വാളിഫിക്കേഷൻ SSLC മാത്രമാണ്. 10ാം തരത്തിൽ നമ്മൾ മലയാളം പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ മാത്സും ഇംഗ്ലീഷും പഠിച്ചിരിക്കണം. ഏത് സ്റ്റേറ്റിലേക്കാണോ അപേക്ഷിക്കുന്നത് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് 10th ലെവലിൽ പഠിച്ചിരിക്കണം. സൈക്ലിങ്ങും അതുപോലെ കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. SSLCക്ക് നല്ല മാർക്കുള്ളവർ അപേക്ഷിച്ചാൽ മതിയാകും. ഉയർന്ന യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. ഫീ വരുന്നത് 100 രൂപയാണ്. ഇതിൽ ഫീമെയിൽ, SC, ST, ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ളവർ, ട്രാൻസ് വുമൺ എന്നിവർക്ക് ആപ്ലിക്കേഷൻ ഫീ അടയ്ക്കേണ്ട. പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങൾ ഇത്രയൊക്കെയാണ്. നോട്ടിഫിക്കേഷൻ നോക്കി നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ഇതാണ് അപേക്ഷ അയക്കേണ്ട അപേക്ഷ അയക്കേണ്ട പേജ്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഇവിടെ നമുക്ക് സർക്കിൾ വൈസ് പോസ്റ്റ് നോട്ടിഫൈഡ് എന്ന് കൊടുത്തിരിക്കുന്ന കാണാം. അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൻ്റെ പോസ്റ്റുകൾ എത്രയുണ്ടെന്ന് അറിയുവാൻ സാധിക്കും. 1,691 വേക്കൻസികളാണ് കേരളത്തിൽ ഉള്ളത്. ഓൾ ഇന്ത്യ ലെവലിൽ 28,638 വേക്കൻസികളുമുണ്ട്. ഹോം പേജിൽ തന്നെയുള്ള വേക്കൻറ്റ് പോസ്റ്റ് എന്നതിൽ പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സർക്കിൾ തിരഞ്ഞെടുത്ത് ഡിവിഷനും തിരഞ്ഞെടുത്താൽ അവിടെയുള്ള വേക്കൻസികളുടെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇത് നോക്കി വെച്ചിരിക്കുന്നത് നല്ലത് തന്നെയാണ്. ഇനി അപേക്ഷ അയക്കുന്നതിനായിട്ട് ഈ ഹോം പേജിൽ വന്നതിന് ശേഷം ക്ലിക്ക് ഹിയർ ടു രജിസ്റ്റർ അപ്ലൈ എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. തുടർന്ന് വരുന്ന പേജിൽ നമുക്ക് കാൻഡിഡേറ്റ് ലോഗിനും തൊട്ട് താഴെ ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷനും കാണാം. രജിസ്റ്റർ ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന കാൻഡിഡേറ്റ് ലോഗിൻ വഴിയാണ് ലോഗിൻ ചെയ്യേണ്ടുന്നത്. ഇവിടെ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിന് ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ഉപയോഗിച്ച് മുന്നോട്ട് പോകണം. കഴിഞ്ഞ വർഷം അപേക്ഷിച്ചവരും ഈ ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ഉപയോഗിച്ച് തന്നെ രജിസ്റ്റർ ചെയ്യണം. തുടർന്ന് വരുന്ന പേജിൽ ആദ്യം മൊബൈൽ നമ്പരും അതിനുശേഷം ഇമെയിൽ IDയും കൊടുത്ത് സെൻഡ് OTP കൊടുത്ത്, ആദ്യം മൊബൈലിലേക്ക് വരുന്ന OTP വെരിഫൈ ചെയ്ത് കൊടുത്ത്, അതിനുശേഷം മെയിലിലേക്ക് വരുന്ന OTPയും വെരിഫൈ ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടുന്നത്. ഇവിടെയൊക്കെ ഒരിക്കൽ മാത്രമേ ഈ മൊബൈലും ഇമെയിൽ IDയും ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. മൊബൈലിൻ്റെയും ഇമെയിലിൻ്റെയും വെരിഫൈ OTP പ്രസ് ചെയ്ത് ഇതുപോലെ ടിക്ക് മാർക്ക് വരുത്തി രണ്ടും വെരിഫൈഡ് ആക്കണം. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. തുടർന്ന് വരുന്ന പേജിൽ ആപ്ലിക്കൻറ്റിൻ്റെ SSLCയിലുള്ള പേര് അതേപോലെ കൊടുക്കുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്തും ജെൻഡറും കൊടുക്കുക. തുടർന്ന് ഫാദർ ഗാർഡിയൻ പേര് കൊടുത്തതിന് ശേഷം മദറിൻ്റെ പേരും കൊടുത്ത് കമ്മ്യൂണിറ്റി അവിടെ നിന്നും സെലക്ട് ചെയ്യേണ്ടുന്നതാണ്. ഇവിടെ കമ്മ്യൂണിറ്റിയിൽ UR അൺറിസർവ്ഡ് എന്നാണ്. ജനറൽ കാറ്റഗറിയിലുള്ളവർ UR തിരഞ്ഞെടുക്കണം. OBC ഉണ്ട്, SC ST ഉണ്ട്. EWS പിന്നോക്കക്കാരായിട്ടുള്ളവർ EWS തിരഞ്ഞെടുക്കണം. ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം കംപ്ലീറ്റ് രജിസ്ട്രേഷൻ എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടുന്നത്. തുടർന്ന് രജിസ്ട്രേഷൻ സക്സസ്ഫുൾ എന്നെഴുതി കാണിക്കുന്നതും നമുക്കൊരു രജിസ്ട്രേഷൻ നമ്പർ ലഭിക്കുന്നതുമാണ്. ഇത് SMS ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരിക്കും, മെയിലിലും വന്നിട്ടുണ്ടായിരിക്കും. എങ്കിലും എഴുതി സൂക്ഷിച്ചു വയ്ക്കുന്നത് നല്ലത് തന്നെയാണ്. OK കൊടുക്കാവുന്നതാണ്. തുടർന്ന് നമ്മൾ ആദ്യം പ്രവേശിച്ച പോലുള്ളൊരു വിൻഡോ വരുന്നതാണ്. ഇവിടെ നമുക്ക് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം.
തുടർന്ന് നിർദ്ദേശങ്ങളടങ്ങിയ ഒരു പോപ്പപ്പ് വിൻഡോ വരുന്നതാണ്. 5 പ്രാവശ്യം അൺസക്സസ്ഫുള്ളായിട്ട് ലോഗിൻ അറ്റംപ്റ്റ് നടത്തിയാൽ ലോക്കാകും എന്ന് പറയുന്നുണ്ട്. അതുപോലെ പാസ്വേഡ് അറിയില്ലെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് ഉപയോഗിച്ച് റീസെറ്റ് ചെയ്യാം. ഇവിടെ രജിസ്ട്രേഷൻ നമ്പറാണ് യൂസർ ഐ ഡി ആയിട്ട് ഉപയോഗിക്കേണ്ടത്. നമ്മൾ നേരത്തെ കണ്ട രജിസ്ട്രേഷൻ നമ്പർ ഉപയോഗിക്കണം. ഇവിടെ പ്രൊസീഡ് ടു ലോഗിൻ കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. തുടർന്ന് യൂസർ ഐ ഡി കൊടുക്കുവാൻ നമ്മുടെ കൈവശമുണ്ട്. പക്ഷേ പാസ്വേഡ് മെയിലിലോ SMS ആയിട്ടോ ഒന്നും എനിക്കിവിടെ വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഫോർഗറ്റ് റീസെറ്റ് പാസ്വേഡ് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. പാസ്വേഡ് ഉള്ളവർക്ക് കൊടുത്ത് ലോഗിൻ ചെയ്യാം. തുടർന്ന് വരുന്ന പേജിൽ നമുക്ക് നേരത്തെ SMS ആയിട്ടൊക്കെ ലഭിച്ച ആ രജിസ്ട്രേഷൻ നമ്പർ ജിയിൽ തുടങ്ങുന്നതാണ്. അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം സെൻഡ് OTP കൊടുത്താൽ നമ്മൾ ആദ്യം കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് OTP വരുന്നതാണ്. അതിനുശേഷം ആ OTP അവിടെ കൊടുത്ത് വെരിഫൈ OTPയിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് ഒരു പാസ്വേഡ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇംഗ്ലീഷിലെ ചെറുതും ആൽഫ ന്യൂമറിക് ആയിരിക്കണം. ഇംഗ്ലീഷിലെ ചെറുതും വലുതും അക്ഷരങ്ങളും ചിഹ്നങ്ങളും അക്കങ്ങളും ഒക്കെ അടങ്ങിയതായിരിക്കണം. ഉദാഹരണത്തിന് കേരളം @2026 അതിൽ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം. അതുപോലുള്ള പാസ്വേഡുകൾ കൊടുക്കാവുന്നതാണ്. 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും വേണം. തുടർന്ന് ചേഞ്ച് പാസ്വേഡിൽ പ്രസ് ചെയ്താൽ പാസ്വേഡ് ചേഞ്ചിങ് എന്ന് കാണിച്ച് ഇങ്ങനെ സ്ട്രക്കായിട്ട് അങ്ങ് നിൽക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മളൊന്ന് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യത്തെ ഹോം പേജിലേക്ക് പോയി അവിടെ നിന്ന് ലോഗിൻ ചെയ്ത് വന്നാൽ മതി. ഞാനിവിടെ കുറച്ച് വെയിറ്റ് ചെയ്തിട്ടും ശരിയാകാത്തത് കൊണ്ട് നേരെ ഹോം പേജിലേക്ക് വന്ന് ലോഗിൻ പേജിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ആദ്യം ലഭിച്ച രജിസ്ട്രേഷൻ നമ്പർ യൂസർ ഐ ഡി ആയിട്ടുള്ള രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കണം. ഇവിടെ ഇപ്പോഴും ചേഞ്ചിങ് പാസ്വേഡ് എന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഹോം പേജിലേക്ക് വന്ന് രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ കൊടുത്ത പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുത്ത പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്താൽ മതി. തുടർന്ന് നമ്മൾ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് OTP വരികയും ആ OTP അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെരിഫൈ ആൻഡ് ലോഗിനിൽ പ്രസ് ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. തുടർന്ന് നമ്മൾ ആപ്ലിക്കൻ്റ് ഡാഷ്ബോർഡിൽ പ്രവേശിക്കുന്നതാണ്. ഇവിടെ നമുക്ക് രജിസ്റ്റർ കംപ്ലയിൻറ്റ്, മൈ കംപ്ലയിൻസ്, കൊടുത്ത കംപ്ലയിൻറ്റ് പരിശോധിച്ച് നോക്കാനും കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനും ഒക്കെയുള്ള ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ മൈ ആപ്ലിക്കേഷനുമുണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടുന്നത് ആദ്യം കാണുന്ന അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്കാണ്. അത് ഉപയോഗിച്ച് മുന്നോട്ട് പോകണം. തുടർന്ന് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഒരു നോട്ടിഫിക്കേഷനേ ഉള്ളൂ. അതവിടെ സെലക്ട് ചെയ്ത് കൊടുത്ത് മുന്നോട്ട് പോകണം. ഇവിടെ ഗ്രാമീൺ ഡാക് സേവക് GDS ഓൺലൈൻ രജിസ്ട്രേഷൻ ഷെഡ്യൂൾ 1 ജാനുവരി 2026 എന്ന് കാണാം. അത് സെലക്ട് ചെയ്ത് കൊടുത്ത് മുന്നോട്ട് പോകണം. ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ തന്നെ നമുക്ക് BPM, ABPM, ഡാക് സേവക് എന്നീ 3 അപേക്ഷകളും അയക്കാൻ സാധിക്കും. തുടർന്ന് പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തത് ഒട്ടുമിക്കലും ഇതും അവിടെ വന്നിട്ടുണ്ട്. താഴോട്ട് വന്ന് നമ്മൾ മാരിറ്റൽ സ്റ്റാറ്റസ്, ബെഞ്ച്മാർക്ക്, ഡിസബിലിറ്റി സ്റ്റാറ്റസ്, എംപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ് തുടങ്ങിയവ കൊടുക്കണം. അതിനുശേഷം അഡ്രസ് ഡീറ്റെയിൽസാണ്. പെർമനൻറ്റ് അഡ്രസ്സും പ്രസൻറ്റ് അഡ്രസ്സും കൊടുക്കണം. രണ്ടും ഒന്നാണെങ്കിൽ സെയിം as പ്രസൻറ്റ് കൊടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്തു പോകാം. അതിനുശേഷം പിൻകോഡ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് താഴേക്ക് ഫില്ലായി വരുന്നതും നമുക്ക് കാണാം. മുകളിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് അടുത്ത സ്റ്റേജിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. അടുത്തത് എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടുന്നത്. ഇവിടെ സെലക്ട് SSLC സ്റ്റഡീഡ് സർക്കിൾ, ഏത് സർക്കിളിലാണ് നിങ്ങൾ SSLC പഠിച്ചത് അതവിടെ കൊടുക്കണം. ആ സർക്കിളിലെ പ്രാദേശിക ഭാഷ SSLC ലെവലിൽ പഠിച്ചിരിക്കണം. ഹിന്ദിയൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് മറ്റ് ഉത്തരേന്ത്യൻ സ്റ്റേറ്റുകളിലൊക്കെ അപേക്ഷിക്കാനും സാധിക്കും. ഞാനിവിടെ കേരള സർക്കിൾ കൊടുത്തതിന് ശേഷം SSLC പാസ്സായ വർഷം തൊട്ട് വലത് സൈഡിൽ തിരഞ്ഞെടുത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടത് സെലക്ട് ചെയ്ത ബോർഡാണ്. SSLC ഏത് 10th സ്റ്റാൻഡേർഡ് ഏത് ബോർഡിലാണ് പഠിച്ചത് എന്നാണ് കൊടുക്കേണ്ടുന്നത്. ഇവിടെ CBSE, ICSE, THSLC, HSLC അങ്ങനെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ കേരള SSLCക്ക് കേരള SSLC ഫ്രം 2013 ഓൺവേർഡ്സ് ബ്രാക്കറ്റിൽ 2013, 2025 എന്ന് കൊടുത്തിട്ടുണ്ട്. അതാണ് തിരഞ്ഞെടുക്കേണ്ടുന്നത്. അതിനുശേഷം തൊട്ട് വലത് സൈഡിൽ രജിസ്ട്രേഷൻ നമ്പർ, ഹോൾ ടിക്കറ്റ് നമ്പർ, റോൾ നമ്പർ തുടങ്ങിയവയിൽ ഏതെങ്കിലും കൊടുത്താൽ മതി. കേരള SSLCക്ക് രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കേരള SSLC 2013, 2025 കൊടുത്തു വന്ന് അതിനുശേഷം അവിടെ ഗ്രേഡ് സിസ്റ്റം മാത്രമേ ഉള്ളൂ. തൊട്ട് താഴെ ഗ്രേഡ് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അതിനും താഴേക്ക് വന്നു കഴിഞ്ഞാൽ SSLCക്ക് ലഭിച്ച ഗ്രേഡുകൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടുന്നത്. ആദ്യം ഇംഗ്ലീഷ്, പിന്നെ അതിനുശേഷം ലാംഗ്വേജ് തിരഞ്ഞെടുക്കണം, മലയാളം, അതുപോലെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജി. ഇവയ്ക്കെല്ലാം ഏത് ഗ്രേഡാണോ ലഭിച്ചത് അത് വലത് സൈഡിൽ കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. അഡീഷണൽ ലാംഗ്വേജ് പഠിച്ചിട്ടുള്ളവർക്ക് താഴെ വന്ന് എസ് കൊടുത്ത് അതവിടെ രേഖപ്പെടുത്തി കൊടുക്കാം. ഇല്ലെങ്കിൽ നോ കൊടുത്തതിന് ശേഷം താഴെ വന്ന് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് അടുത്ത സ്റ്റേജിലേക്ക് പോകാവുന്നതാണ്. എനിക്കിവിടെ CBSE ആണ് കൊടുക്കേണ്ടുന്നത്. അതുകൊണ്ട് ഞാൻ CBSE തിരഞ്ഞെടുത്ത് കൊടുത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു വരികയാണ്. ഇവിടെ മുകളിൽ കാണുന്ന സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ
1980 to 2025 എന്നുള്ളത് തിരഞ്ഞെടുത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം CBSEയുടെ മറ്റ് ഓപ്ഷൻസും അവിടെ ലഭ്യമാണ്. തുടർന്ന് നമുക്കിവിടെ റിസൾട്ട് ടൈപ്പ് എന്നുള്ളത് മാർക്ക് ബേസ്ഡ് ഉണ്ട്, ഗ്രേഡ് ബേസ്ഡ് ഉണ്ട്, പോയിൻ്റ് ബേസ്ഡ് ഉണ്ട്. ഞാനിവിടെ മാർക്ക് ബേസ്ഡ് കൊടുക്കുകയാണ്. ആദ്യത്തെ സബ്ജക്റ്റ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് 100 മാർക്കിനാണ് മാർക്ക് കൊടുക്കണം. അതിനുശേഷം ലാംഗ്വേജ് മലയാളം കമ്പൽസറി പഠിച്ചിരിക്കണം. തുടർന്ന് മാത്തമാറ്റിക്സ് സ്റ്റാൻഡേർഡാണ് കൊടുക്കുന്നത്. അങ്ങനെ ഓരോ സബ്ജക്റ്റിൻ്റെയും മാർക്ക് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ വലത് സൈഡിൽ ശരിയായ മാർക്കുകളൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ വന്ന് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. തുടർന്ന് വരുന്ന പേജിൽ നമ്മൾ ആദ്യം കൊടുക്കേണ്ടുന്നത് സർക്കിളാണ്. നമുക്കിവിടെ കേരള സർക്കിളാണ് ഞാൻ കൊടുക്കുന്നത്. കേരള സർക്കിൾ കൊടുത്തു കഴിഞ്ഞാൽ ആ സർക്കിളിന് കീഴിലുള്ള ഡിവിഷനുകളുടെ ലിസ്റ്റ് വലതു സൈഡിൽ വരുന്നതാണ്. കേരളത്തിലെ മുഴുവൻ ഡിവിഷനുകളും ഇവിടെ വന്നിട്ടുണ്ട്. ഞാനിവിടെ കൊല്ലം കൊടുക്കുകയാണ്. തുടർന്ന് താഴേക്ക് നമുക്ക് പോസ്റ്റ് പ്രിഫറൻസ് വരുന്നതാണ്. ഇവിടെ നമുക്ക് 1 മുതൽ 55 വരെയുള്ള പോസ്റ്റുകൾ തിരഞ്ഞെടുത്ത് കൊടുക്കാം. ഇവിടെ ഈ ഒരു സർക്കിളിൽ മാത്രമേ നമുക്ക് ഒരു ഡിവിഷനിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ BPM, ABPM, ഡാക് സേവക് തുടങ്ങിയവയെല്ലാം ഇതിൽ വന്നിട്ടുണ്ട്. ഇതിൽ ഉദ്യോഗാർത്ഥിയുടെ കമ്മ്യൂണിറ്റി, അതേപോലെ തന്നെ ലാംഗ്വേജ്, PWD സ്റ്റാറ്റസ് തുടങ്ങിയവ അടിസ്ഥാനമാക്കിയാണ് ഇവിടെ പ്രിഫറൻസ് വന്നിരിക്കുന്നത്. 1 മുതൽ 55 വരെയുള്ള പ്രിഫറൻസ് കൊടുക്കാവുന്നതാണ്. വലത് സൈഡിൽ കാണുന്ന സെലക്ട് പ്രസ് ചെയ്ത് 1, 2, 3 ക്രമത്തിൽ നമുക്ക് പ്രിഫറൻസ് കൊടുക്കാവുന്നതാണ്. അങ്ങനെ 55 വരെ മാക്സിമം കൊടുക്കുവാൻ സാധിക്കും. ഇവിടെ സാലറിയും ഓരോ പോസ്റ്റിൻ്റെ സാലറിയും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പോസ്റ്റ് ഡീറ്റെയിൽസിൽ ഏത് പോസ്റ്റാണ് അവിടുത്തെ അഡ്രസ്സും പിൻകോഡ് ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് പോസ്റ്റ് ഡീറ്റെയിൽസിൽ ഇടത് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഉദ്യോഗാർത്ഥിക്ക് 55 പോസ്റ്റുകളാണ് ഇവിടെ പ്രിഫറൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് 1 മുതൽ 55 വരെ കൊടുക്കാമെന്ന് പറഞ്ഞത്. നിങ്ങളുടെ ഡിവിഷനിൽ കൂടുതൽ പോസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതനുസരിച്ച് കൊടുക്കുവാൻ സാധിക്കും. താഴെ നെക്സ്റ്റ് കൊടുത്ത് അടുത്ത പേജുകളിലേക്ക് പോകാനുള്ള സൗകര്യമുണ്ട്. ഓരോന്നും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തൊട്ട് താഴെ പ്രിഫറൻസ് സമ്മറി എന്ന് പറഞ്ഞ് അവിടെ 1, 2, 3, 4 ക്രമത്തിൽ അത് വരും. ഞാനിവിടെ 4 പോസ്റ്റുകൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഇവയെല്ലാം ശരിയായി കൊടുത്തതിന് ശേഷം താഴെ വന്ന് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ഞാനിവിടെ 4 എണ്ണമേ കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓർഡർ ക്രമത്തിൽ 1, 2, 3, 4 ക്രമത്തിൽ പ്രിഫറൻസ് അനുസരിച്ച്. അടുത്തത് ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാനുള്ള പേജാണ്. ഫോട്ടോ JPG ഫോർമാറ്റിലുള്ള ഫോട്ടോയാണ് വേണ്ടുന്നത്. 30 KBക്കും 100 KBക്കും ഇടയിലായിരിക്കണം ഫയൽ സൈസ്. വിഡ്ത്തും ഹൈറ്റും 320, 400 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് പ്രിഫറബിളാണ്. സൗകര്യപ്രദമായ വിഡ്ത്തും ഹൈറ്റും കൊടുത്ത് നോക്കുകയും ചെയ്യാവുന്നതാണ്. ഞാനിവിടെ വിഡ്ത്തും ഹൈറ്റും 236, 285 പിക്സൽ സൈസിലുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അടുത്തത് സിഗ്നേച്ചർ ലാൻഡ്സ്കേപ്പിലുള്ളതായിരിക്കണം, JPG ഫോർമാറ്റിലുള്ളതായിരിക്കണം. 20 KBക്കും 100 KBക്കും ഇടയിലായിരിക്കണം ഫയൽ സൈസ്. ഞാനിവിടെ 300x120 പിക്സൽ റേഷ്യോയിലുള്ള സിഗ്നേച്ചറാണ് ചൂസ് ഫയലിൽ പ്രസ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, SC, ST, PWD ഒഴികെയുള്ള മെയിൽ കാൻഡിഡേറ്റിന് 100 രൂപ എക്സാം ഫീ അടയ്ക്കേണ്ടതുണ്ട്. ഇവിടെ ഫീമെയിൽ കാൻഡിഡേറ്റ് ആയതുകൊണ്ട് എക്സാം ഫീ അടയ്ക്കേണ്ട ആവശ്യമില്ല. 100 രൂപ നമ്മൾ സാധാരണ പേയ്മെൻറ്റ് നടത്തുന്ന പോലെ UPI പേയ്മെൻറ്റോ ഇൻ്റർനെറ്റോ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളോ ഉപയോഗിച്ച് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഇവയെല്ലാം ശരിയായി അപ്ലോഡ് ചെയ്തതിന് ശേഷം താഴെ വന്ന് കണ്ടീഷൻസ് ഉണ്ട്. ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തണം. സൈക്കിൾ സവാരിയും കമ്പ്യൂട്ടർ നോളജും ഒക്കെ അറിയാം എന്നുള്ള കണ്ടീഷൻസാണ്. അതിനുശേഷം പ്രിവ്യൂവിൽ പ്രസ് ചെയ്ത് കൊടുക്കണം. തുടർന്ന് നമുക്കിവിടെ ഒരു പ്രിവ്യൂ ലഭിക്കുന്നതാണ്. ഒന്നുകൂടി നമുക്കത് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെയും എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഇവയെല്ലാം ശരിയാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം താഴെ വന്ന് സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. തുടർന്നൊരു പോപ്പപ്പ് വിൻഡോ വരുന്നതാണ്. അവിടെ യെസ് സബ്മിറ്റ് കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. തുടർന്ന് ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതും നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ ലഭിക്കുന്നതുമാണ്. ഇനി നമുക്കിതിൻ്റെ പ്രിൻ്റ് എടുക്കുന്നതിന് വേണ്ടി ഹോം പേജിൽ വന്നതിന് ശേഷം രജിസ്റ്റർ അപ്ലൈയിൽ പ്രസ് ചെയ്ത് നേരത്തെ ചെയ്തതുപോലെ തന്നെ മുന്നോട്ട് പോകണം. തുടർന്ന് കാൻഡിഡേറ്റ് ലോഗിൻ എടുത്തതിന് ശേഷം മുന്നോട്ട് പോയി പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോയി നമ്മളുടെ രജിസ്ട്രേഷൻ നമ്പർ ജിയിൽ തുടങ്ങുന്ന ആ രജിസ്ട്രേഷൻ നമ്പരും നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ വെരിഫൈ OTP കൊടുത്ത് ലോഗിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് വരുന്ന ആപ്ലിക്കൻ്റ് ഡാഷ്ബോർഡിൽ നിന്നും മൈ ആപ്ലിക്കേഷൻ എടുത്തതിന് ശേഷം അവിടെ ഡൗൺലോഡ് PDF എന്നൊരു ലിങ്ക് വരും. ആ ഡൗൺലോഡ് PDFൽ പ്രസ് ചെയ്ത് നമ്മൾ അയച്ച ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്യാവുന്നതാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.